ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കായിക ക്വിസാണ്. അപ്പോൾ സ്പോർട്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കായിക ക്വിസിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ ഈ ചോദ്യങ്ങൾ മുഴുവൻ പഠിച്ചു വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നോട്ട് ചെയ്ത് തന്നെ പഠിച്ചുകൊള്ളുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, കൂടെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ അല്ലേ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദേശീയ കായിക ദിനം എന്നാണ്? ദേശീയ കായിക ദിനം എന്നാണ്? ഉത്തരം വരുന്നത് ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം എന്നാണ്. ഓഗസ്റ്റ് 29-നാണ് ദേശീയ കായിക ദിനം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം: ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്? ഉത്തരം വരുന്നത് ധ്യാൻ ചന്ദ്. ഇന്ത്യൻ ഹോക്കി താരമായിട്ടുള്ള ധ്യാൻ ചന്ദിൻ്റെ ജന്മദിനമാണ് ഇന്ത്യയിൽ കായിക ദിനമായി ആചരിക്കുന്നത്. കായിക ദിനം എന്നാണ് ഓഗസ്റ്റ് 29-നാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വരുന്നത് പിയറി ഡി കുബർട്ടിൻ. പിയറി ഡി കുബർട്ടിൻ. ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി പിയറി ഡി കുബർട്ടിൻ. അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആര്? പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരം ആരാണ്? ഉത്തരം വരുന്നത് PT ഉഷ. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കായിക താരമാണ് PT ഉഷ. യെസ്, അടുത്ത ചോദ്യം ഇതാണ്: 2026 ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? 2026 ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയെ പരാജയപ്പെടുത്തി ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഉത്തരം എല്ലാവരും പറയൂ. യെസ്, സ്പെയിൻ ആണല്ലേ. അപ്പോൾ 2026 ഫിഫ ലോകകപ്പ് കിരീടം നേടിയിരിക്കുന്നത് സ്പെയിനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിയായ രാജ്യമേത്? ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിയായ രാജ്യമേതാണ്? ഉത്തരം ഉറുഗ്വേയാണ്. ആദ്യ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ വിജയിയായ രാജ്യം ഉറുഗ്വേ. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കായിക രംഗത്തെ രാജാവ് എന്നറിയപ്പെടുന്ന ഗെയിം ഏതാണ്? കായിക രംഗത്തെ രാജാവ് എന്നറിയപ്പെടുന്ന ഗെയിം ഏതാണ്? ഉത്തരം ഫുട്ബോൾ. കായിക രംഗത്തെ രാജാവ് എന്നറിയപ്പെടുന്ന ഗെയിം ഫുട്ബോൾ ആണ്. അടുത്ത ചോദ്യം ഇതാണ്: നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നീരജ് ചോപ്ര ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ജാവലിൻ ത്രോ. നീരജ് ചോപ്ര ജാവലിൻ ത്രോയുമായി ബന്ധപ്പെട്ട കളിക്കാരനാണ്. അടുത്ത ചോദ്യം: ജാവലിൻ ത്രോയിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ജാവലിൻ ത്രോയിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. നീരജ് ചോപ്ര. ജാവലിൻ ത്രോയിലെ ഗോൾഡൻ ബോയ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ കളിക്കാരനാണ് നീരജ് ചോപ്ര. അടുത്ത ചോദ്യം നോക്കൂ. ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കളിക്കാരൻ ആരാണ്? ഉത്തരം വരുന്നത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കളിക്കാരനാണ് നീരജ് ചോപ്ര. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജാവലിൻ ത്രോയിലെ ഗോൾഡൻ ബോയ് എന്ന് വിളിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: വിരാട് കോഹ്ലി ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത്? വിരാട് കോഹ്ലി ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തനായത്? യെസ്, ക്രിക്കറ്റ് ആണ് അല്ലേ. വിരാട് കോഹ്ലി പ്രശസ്തനായ കായിക ഇനം ഏതാണ്? ക്രിക്കറ്റ്. അടുത്ത ചോദ്യം: ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ കായിക ഇനം ഏതാണ്? ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ കായിക ഇനം ഏതാണ്? ഉത്തരം കബഡി. ഏഷ്യൻ ഗെയിംസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇന്ത്യൻ കായിക ഇനമാണ്
കബഡി. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത ചോദ്യം നോക്കൂ. ആധുനിക ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ച രാജ്യം ഏതാണ്? ആധുനിക ഒളിമ്പിക് ഗെയിംസ് ആരംഭിച്ച രാജ്യം ഏതാണ്? ഉത്തരം വരുന്നത് ഗ്രീസ്. ആധുനിക ഒളിമ്പിക് ഗെയിം ആരംഭിച്ച രാജ്യമാണ് ഗ്രീസ്. അടുത്ത ചോദ്യം. ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങൾ ഉണ്ട്? ഒളിമ്പിക് ചിഹ്നത്തിൽ എത്ര വളയങ്ങളാണുള്ളത്? ഉത്തരം 5. ഒളിമ്പിക് ചിഹ്നത്തിൽ 5 വളയങ്ങളാണ് ഉള്ളത്. ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ചോദ്യം. നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം അഹമ്മദാബാദ്. നരേന്ദ്രമോദി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ നഗരമാണ് അഹമ്മദാബാദ്. അടുത്ത ചോദ്യം. പി.വി. സിന്ധു ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തയായത്? പി.വി. സിന്ധു ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തയായത്? ഉത്തരം വരുന്നത് ബാഡ്മിൻ്റൺ. പി.വി. സിന്ധു ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തയായത്? ബാഡ്മിൻ്റണിലാണ് പ്രശസ്തയായത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കൂ. രാജാക്കന്മാരുടെ കായിക വിനോദം എന്നറിയപ്പെടുന്ന കളി ഏതാണ്? രാജാക്കന്മാരുടെ കായിക വിനോദം എന്നറിയപ്പെടുന്ന കളി ഏതാണ്? ഉത്തരം വരുന്നത് കുതിരപ്പന്തയം. രാജാക്കന്മാരുടെ കായിക വിനോദം എന്നറിയപ്പെടുന്ന കളിയാണ് കുതിരപ്പന്തയം. യെസ്. അടുത്ത ചോദ്യം. പയ്യോളി എക്സ്പ്രസ് ഗോൾഡൻ ഗേൾ എന്നറിയപ്പെടുന്ന കായിക താരം ആര്? പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്ന കായിക താരം ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. പി.ടി. ഉഷ. പയ്യോളി എക്സ്പ്രസ്, ഗോൾഡൻ ഗേൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന കായിക താരമാണ് പി.ടി. ഉഷ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. പെലെ എന്ന ലോകപ്രശസ്ത ഫുട്ബോളർ ഏത് രാജ്യക്കാരനാണ്? പെലെ എന്ന ലോകപ്രശസ്ത ഫുട്ബോളർ ഏത് രാജ്യക്കാരനാണ്? ഉത്തരം വരുന്നത് ബ്രസീൽ. പെലെ എന്ന ലോകപ്രശസ്ത ഫുട്ബോൾ ഏത് രാജ്യക്കാരനാണ്? ബ്രസീൽ. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഉത്തരം വോളിബോൾ. ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദമാണ് വോളിബോൾ. അടുത്ത നോക്കിക്കോളൂ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിത ആരാണ്? ഉത്തരം കെ.എം. ബീനാമോൾ. രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി വനിതയാണ് കെ.എം. ബീനാമോൾ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ആരാണ്? കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ആരാണ്? ഉത്തരം വരുന്നത് ഇന്ത്യ. കബഡി ലോകകപ്പിലെ ആദ്യ ജേതാക്കൾ ഇന്ത്യയാണ്. അടുത്ത ചോദ്യം. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏത്? കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ഏതാണ്? ഉത്തരം വരുന്നത് ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ. കേരളത്തിലെ ആദ്യ സ്പോർട്സ് സ്കൂൾ ജി.വി. രാജ സ്പോർട്സ് സ്കൂൾ. അടുത്തത്. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം നോക്കിക്കോളൂ. I.M. വിജയൻ. ഇന്ത്യൻ ഫുട്ബോളിലെ കറുത്ത മുത്ത് എന്നറിയപ്പെടുന്നത് I.M. വിജയനാണ്. ഫ്രണ്ട്സ്, ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കായിക ക്വിസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്കായി തന്നിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ചോദ്യം ഇതാണ്. ദേശീയ കായിക ദിനം എന്നാണ്? ദേശീയ കായിക ദിനം എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എല്ലാവരും എന്ത് ചെയ്യുക? നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ക്വിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നന്നായി പഠിച്ച് ക്വിസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാം കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് കറക്റ്റായി എത്തുകയുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.